ഹായ് ഗായ്സ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ. ഒന്നുമില്ല, ആക്ച്വലി ഈ വീഡിയോ ഇടുമ്പോൾ എന്ന് വെച്ചാൽ ഇത് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഒരു ബെറ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നാട്ടിലുള്ള, ഈ വ്ളോഗിൽ തന്നെ ഉണ്ട്, ബെസ്റ്റ് എന്നാണ് പേര്. സോ ബെസ്റ്റിനും ഞാൻ നമ്മളൊരു ബെറ്റ് ഉണ്ടായിരുന്നു. ആ ബെറ്റിൽ ഞാൻ പൊട്ടി. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ എന്നെപ്പറ്റി 2 വാക്ക് നല്ലത് പറയണമെന്ന്. സോ ഐ വാസ് ലൈക്ക് ഷുവർ, വൈ നോട്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ആദ്യത്തെ കുഞ്ഞു ക്ലിപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. സോ ഗൈസ്, ബെസ്റ്റിനാരാണ്? ഓക്കെ, ബെസ്റ്റിന് ഞാനും ഡിഗ്രിക്കാണ് ഒരുമിച്ച് പഠിക്കുന്നത്. ബെസ്റ്റിനെ പറ്റിയുള്ള ഫസ്റ്റ് ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ ബാച്ച് തുടങ്ങിയത് കോവിഡ് ആ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ഇരുന്നിട്ട് തന്നെ ഇങ്ങനെ ക്രിസ്മസ് സാൻഡ, സീക്രട്ട് സാൻഡ, അങ്ങനെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇവനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആമസോണിൽ കൂടെ നമ്മളൊരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യണു, ഡയറക്റ്റ് അവരുടെ വീട്ടിലേക്ക് ഷിപ്പ് ചെയ്യണം, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ അവന് കുറേ ആലോചിച്ച് ഒരു ഷർട്ടാണ് മേടിച്ചു കൊടുത്തത്. അപ്പോൾ ഷർട്ട് മേടിച്ചു കൊടുത്തു, അവന് കിട്ടി. അവൻ ഇട്ടു. എന്നിട്ട് പറഞ്ഞു എടി ഇത് ടൈറ്റാണ്, എനിക്ക് ഇതിനേക്കാൾ ഒരു സൈസും കൂടി അധികം വേണമെന്ന്. ഇതിപ്പോൾ ഞാനാണ് അവൻ്റെ ഭാഗത്ത് വെച്ചെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. കാരണം അവർക്ക് അവർക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ള ചിന്തയാണ് എനിക്ക് വരിക ഫസ്റ്റ്. ബട്ട് ബെസ്റ്റിന് അതല്ല ചെയ്തത്. ബെസ്റ്റിന് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അവൻ എന്താണോ ഫീൽ ചെയ്തത് അവൻ അത് പറഞ്ഞു. ബെസ്റ്റിന് ആ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ഒരാളാണ്. പിന്നെ അതുമാതിരി മിക്കവാറും എല്ലാ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ വലിയ അങ്ങനത്തെ ഒക്കെ പരിപാടികളുള്ളപ്പോൾ നമ്മൾ എന്തായാലും ഒരുമിച്ച്, ഞാനും ബെസ്റ്റിന് എന്തായാലും അതിലുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്യേണ്ട. ആ പ്രൊജക്റ്റ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ബെസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാനെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. സോ എന്തെന്ന് പറയാണ്ട്, ബെസ്റ്റിന് എന്നേക്കാൾ 1 വയസ്സ് ചെറുതാണ്. പിന്നെ എന്താണ് അവനെ പറ്റിയുള്ള ഏറ്റവും നല്ലൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നാട്ടിൽ നിന്ന് അങ്ങനെ അത്ര വലിയ ഫ്രണ്ട്സൊന്നും, അങ്ങനത്തെ ഒരു വലിയ സർക്കിളൊന്നും എനിക്കില്ല. ഞാൻ ജസ്റ്റ് 3 വർഷം നാട്ടിൽ പഠിച്ചിട്ടുള്ളൂ, ഡിഗ്രിക്ക് വേണ്ടി മാത്രം. ആ പഠിച്ചതിൽ തന്നെ എനിക്ക് 5 or 6 കയ്യിലുണ്ടാവുന്ന ഫ്രണ്ട്സ് മാത്രമേ എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അതിലെന്തായാലും ഉള്ളൊരാളാണ് ബെസ്റ്റിൻ. ഇതൊക്കെ ബെസ്റ്റിൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചല്ലേ കൊണ്ട് ഞാനായിട്ട് തന്നെ പറഞ്ഞതാണ്. പിന്നെ എന്താ, ബെസ്റ്റിൻ ഭയങ്കര എന്താ പറയുക, ട്രസ്റ്റ് വേർത്തി ഉള്ള ഒരാളാണ്. നമ്മൾ ഇപ്പോൾ അവൻ്റെ അടുത്തൊരു അഡ്വൈസിനൊക്കെ ചെന്ന് നമ്മൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തായാലും അതിനെന്തെങ്കിലും നമ്മളെ പറഞ്ഞ് സമാധാനിപ്പിക്കും. എന്നോടൊക്കെ ഒരാൾ സങ്കടം പറയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ചുമ്മാ ട്രോളുന്ന പരിപാടി. പക്ഷേ ബെസ്റ്റിനങ്ങനെ, ബെസ്റ്റിനെ എന്നോടും പറയുന്നിടയ്ക്ക് നീ ഇടയ്ക്കൊക്കെ ലിസൺ ചെയ്യണം ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളെന്നൊക്കെ. പിന്നെ ഞാൻ ഒന്നും കാര്യമാക്കി എടുക്കില്ല. സോ ബെസ്റ്റിൻ എന്ന് വെച്ചാൽ ബെസ്റ്റിൻ്റെ ഒരു ഫോട്ടോ ഞാൻ അവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും കേട്ടോ, എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. സോ ബെസ്റ്റിൻ ഹാപ്പി ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ബെസ്റ്റിൻ്റെ ഹാപ്പി ബർത്ത്ഡേ അല്ല, ബട്ട് ഹാപ്പി ആവണം, ഹാപ്പി ആയിരിക്കണം. സോ അതന്നെ. പിന്നെന്താ ബെസ്റ്റിനെ പറ്റി പറയാനുള്ളത്? ആക്ച്വലി ഞാനിങ്ങനെ പറഞ്ഞു, ബെസ്റ്റിനെ പറ്റി ഒരു 10 വാക്ക് പറയണമെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി വരാമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ ഇത് ഇപ്പോഴാണ് ആലോചിക്കണത് ഇങ്ങനെ ഒരു ബെറ്റിൻ്റെ കാര്യം. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഇതും വരണമല്ലോ. അപ്പോൾ ഇത് ആക്ച്വലി വീഡിയോ അപ്ലോഡ് ചെയ്യണതിൻ്റെ തലേന്നാണത്, അതുകൊണ്ടാണ് പെട്ടെന്നൊക്കെ. ഇത് രാത്രി ഇപ്പോൾ എത്രയോ സമയമായി, 12 മണിക്ക് കഴിഞ്ഞ്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞല്ലോ എന്ന് വെച്ചാൽ പെട്ടെന്ന് വന്നെടുത്തതാണ്. സോ ബെസ്റ്റിന് അടിപൊളി. ബെസ്റ്റിന് ഇതൊക്കെ കണ്ട് ക്രിഞ്ചടിക്കണ്ടെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ നീ പറഞ്ഞത് ഞാൻ ചെയ്തു. നല്ല വാക്ക് 1 അല്ല 2 അല്ല 3 4 10 ഉണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. ഹലോ ഗൈസ്, സോ ഇത് ഡേ 2. സോ ഇന്ന് നമ്മൾ പോകുന്നത്, കുറച്ച് റെഡി ആയിട്ടാണ് പോകുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഇന്ന് ചെറിയൊരു ഫങ്ഷൻ ഉണ്ട്. ആ ഫങ്ഷൻ നമുക്ക് കണ്ടറിയാം. ഇത് ആക്ച്വലി പാർട്ട് ക്വാളിഫൈഡ് ആയതിൻ്റെ ഒരു ഫെലിസിറ്റേഷൻ പോലെയാണ്. സോ നമുക്ക് എന്തായാലും അത് കണ്ടിട്ട് ഓക്കെ. ഞാനിപ്പോൾ എന്തായാലും യൂബറിലാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് ബാക്കി ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു. I would like to
invite your attention, the world that is going to unveil before you need not be as smooth as a horse. That is all of us know. Never ever give up on it. A big round of applause once again to CA Bilal Ahmed Kabir, and moving on to and the main thing is CA Faiz K, CA Jessica Dennis, and CA Komal Bagari. Inviting all three to come join us on the stage. Manu, hi. Hi. Manu, hi. നാണം കിടത്തല്ലേ? Manu, introvert ആണ്. ഹായ് 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 പറ എൻ്റെ യൂട്യൂബേഴ്സ് Hi guys, സബ്സ്ക്രൈബേഴ്സ് this is my friend Srilashmi, my best friend. ക്വാളിഫൈഡ് Meanwhile, All the people graduate for your kind election. They call it the first three. Afnan Sadiq, Akil, പോകാൻ പറ്റിയില്ല ഗ്രാജുവേഷൻ സെറമണിക്ക്. അതുകൊണ്ട് ഞങ്ങള് യൂട്യൂബിൽ ലൈവ് കാണാണ്. ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ട്. അതുകൊണ്ട് നല്ല ടിക്കറ്റ് റേറ്റ് ആണ് ദുബായിൽ പോകാൻ. അതുകൊണ്ട് ഞങ്ങൾ പോയിട്ടില്ല. യെസ് ഗൈസ് ഇപ്പോൾ വരും ശ്രീകുട്ടി ഇപ്പോൾ വരും. അതിന് സൗണ്ട് ഒന്ന് കുറയ്ക്കും. ഇതിൽ കേൾക്കുമ്പോൾ അതിനും കേൾക്കണം. ആ അതുകൊണ്ട് congratulations. അങ്ങോട്ട് പോകും. We have Preston Thomas P, Divya Elizabeth Thomas, and Manu Matthew with us on the stage. Congratulations to these three. Inviting the next three as well: Mohammad CK, Mohammad Nasir AP, and Mohammad Rahees PR. Until qualified listener, last but not least, ladies and gentlemen, let us invite Sri Lakshmi Mukundan. Inviting Sri Lakshmi Mukundan. So funny. All three of you, thanks a lot for doing the honors of giving away. ഗൈസ് തിരിഞ്ഞു നോക്കിയപ്പോൾ വേറെ ആൾക്കാരെ അച്ഛൻ എന്താ അച്ഛനോളെ പറ്റി പറയാനുള്ളത്? എന്തിനാ പച്ച കരഞ്ഞേ? എന്നെ അവിടുന്ന് വിളിച്ചു വരുത്തിയിട്ട് ഉണ്ണിയെ ഇതാ കരയത്. ഗൈസ് സോ ഫണ്ണി. ഇവിടെ എന്തൊക്കെയോ നടക്കണ്ടേ ഗൈസ്? നമ്മൾ മന്തി കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. യെസ്, ആഫ്റ്റർ സോ ലോങ് ഞാൻ അൽഡ്രീമിലെ മന്തി കഴിക്കാൻ വന്നിരിക്കുന്നു. കുറച്ച് പേരും കൂടി വരാനുണ്ട്, എന്നിട്ട് വേണം കയറി ഫുഡ് കഴിക്കാൻ. സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് പറയൂ. പൊട്ടലോട്. അപ്പോൾ ഗൈസ് നമ്മൾ ഡേ 2 ഇവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു പ്രോഗ്രാമായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. നല്ല പ്രോഗ്രാമായിരുന്നു. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എന്തായാലും ഒന്ന് ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പുതിയ വല്ല വീഡിയോ കിട്ടുകയാണെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. കുറേ പേര് വീഡിയോ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഏതൊക്കെ കിട്ടുന്നതൊക്കെ ഞാൻ അതിനനുസരിച്ച് ഇതിലിട്ടിട്ട് പോവാം. സോ നമ്മൾ ഡേ 2 കഴിഞ്ഞു. ഇനി നാളെ നമ്മൾ പട്ടാമ്പി പോവാണ്. മുത്തശ്ശനെയും അമ്മമ്മേനെയും സർപ്രൈസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ പോകും എന്നുള്ളത്. ചീത്ത പറയുമോ അതോ സ്വീകരിക്കുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എത്തിയിട്ടേ ഉള്ളൂ. സോ നമുക്ക് പോയി കിടന്നുറങ്ങാം. നാളെ രാവിലെ 8 മണിക്കാണ് നമ്മൾ ട്രെയിൻ. സോ പോവാം ഗൈസ്.